ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഹൈറിച്ചിൻ്റെ കേസ് ജനുവരി 12 മാറ്റിവെച്ചതായിരുന്നു. ഇവരുടെ സെറ്റിൽമെൻറ്റ് പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ടുള്ള കേസ്. എന്നാൽ ഇവർ കഴിഞ്ഞ ദിവസം 27 അർജൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഇത് കേൾക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് നാളത്തേക്ക് 2/12/2025 അത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ബെഞ്ചിൽ നിന്ന് കഴിഞ്ഞ 2 സിറ്റിങ്ങിലും വളരെ മോശമായ കാര്യങ്ങളാണ് ഈ കേസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബഡ്സ് ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്തിനാണ് നിൻ്റെ ഈ പ്രൈവറ്റ് സ്കീം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ മറ്റ് വക്കീലന്മാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ കോടതിയിൽ മറ്റു വക്കീലന്മാരുമായി തർക്കിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടെ വരുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, അല്ലാതെ മറ്റ് വക്കീലന്മാരുമായി തർക്കത്തിന് നിൽക്കരുത്. നിങ്ങളൊരു സീനിയർ വക്കീലല്ലേ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ജഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് ഹൈറിച്ചിൻ്റെ വക്കീലിനോടായി പറയുകയുണ്ടായി. അപ്പോൾ നാളെ എന്താണ് പുതുതായിട്ടുള്ള നീക്കം? 2 കാര്യങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നത്. ഒന്നാമതായി നമ്മുടെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഈ FIR ഇട്ട എല്ലാവർക്കും പണം കൊടുക്കും. അതിനു വേണ്ടി ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി തരണം എന്ന് ഒരുപക്ഷെ പറയുകയായിരിക്കും. അല്ലെങ്കിൽ രണ്ടാമതായി പറയാനുള്ളത്, എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ട് 4 നടക്കുന്ന ബഡ്സ് കേസിൽ അതിൽ പിടിച്ച് തൂങ്ങുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളും നടത്താൻ ചിലപ്പോൾ ഈ കമ്പനി തുനിഞ്ഞേക്കാം. എന്തായാലും 2 വർഷത്തിന് ശേഷം അണികൾക്കെല്ലാം തന്നെ ഈ കമ്പനി തട്ടിപ്പായിരുന്നെന്നും ഇവർക്ക് ഞങ്ങളിൽ നിന്ന് പണം വാങ്ങാൻ യാതൊരു അനുമതിയും ഇല്ലായിരുന്നെന്നും നമ്മളെയൊക്കെ മണീച്ചയും ചെയ്ത് പറ്റിക്കുകയായിരുന്നു എന്നും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. 2 വർഷത്തിന് ശേഷം ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മറ്റൊരു കേസ്, ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കേസ്, FIR ക്വാഷ് ചെയ്യാനുള്ള കേസ് മറ്റൊരു ബെഞ്ചിൽ നടക്കുന്നതാണ്. നാളെ തന്നെ CS ഡയസ് സാറിൻ്റെ ബെഞ്ചിലായിരിക്കും ആ ഒരു കേസ്. അതും ഇതുപോലെ തന്നെ ജനുവരിയിലേക്ക് മാറ്റിയ ഒരു കേസായിരുന്നു. അത് അർജൻറ്റ് പെറ്റീഷൻ ഇട്ട് അത് ഹിയറിംഗ് നേരത്തെയാക്കുകയായിരുന്നു. അപ്പോൾ അതിൽ എതിർകക്ഷിയായിരിക്കുന്നത് നിർമ്മാതാവായ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇവരുടെ HROTTയിൽ ഇട്ട് അദ്ദേഹത്തെ വഞ്ചിച്ചു. അദ്ദേഹത്തിനെ ആൾക്കാർ കാണുന്നതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിനോട് സമ്മതം ചോദിക്കാതെ ഇദ്ദേഹത്തിൻ്റെ സിനിമ HROTTയിൽ നിന്ന് നീക്കം ചെയ്തു. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ വലിയ ലാഭം, ഇരട്ടി ലാഭം ഞങ്ങളുടെ OTTയിലൂടെ പ്രദർശിപ്പിച്ചാൽ ലഭിക്കുമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ കേട്ടാണ് ഈ നിർമ്മാതാവും ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തത്. അപ്പോൾ അതും നാളെ 601 കേസായിട്ട് ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. എന്തായാലും ലീഡർമാർ, ഇവരോടൊപ്പം 2 വർഷം കട്ടക്ക് നിന്ന ആൾക്കാർ പോലും പറയുന്നു ഹൈറിച്ചിന് യാതൊരുവിധ
ലീഗാലിറ്റിയുമില്ല, ലീഗൽ ടീമുമില്ല എന്ന്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് ക്ലെയിം പിറ്റീഷൻ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 14 ദിവസത്തെ സമയത്തിന് ഉള്ളിൽ വന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രപരസ്യം നിങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ബൈ.